ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടച്ചൂടിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന എണ്ണിപ്പറഞ്ഞാണ് ആം ആദ്മിയുടെ പ്രചാരണം. പൂർവാഞ്ചൽ വിഭാഗങ്ങളെ അരവിന്ദ് കെജ്രിവാൾ അപമാനിച്ചു എന്ന ആരോപണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് BJP. കോൺഗ്രസ് ആകട്ടെ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. PR സുനിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പുതിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി ദില്ലി രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണല്ലേ? അരുൺ, തീർച്ചയായും ചൂടുപിടിച്ച രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് ദില്ലിയിൽ തുടരുന്നത്. ഏതായാലും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നൊരു ആക്ഷേപം ആം ആദ്മി പാർട്ടി ഉന്നയിച്ചിരുന്നു. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹം മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ 13,000 പുതിയ വോട്ടർമാരെ ചേർത്തു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആരോപണമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ 5,500 വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അപേക്ഷയും വന്നിരിക്കുന്നു. ഇതിൽ വലിയ ക്രമക്കേട് നടന്നു എന്നൊരു ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുകയാണ്. ഏതായാലും ഈ വിഷയം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തീരുമാനിക്കുകയും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ന്യൂദില്ലി മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ പർവേഷ് വർമ്മയെ പുറത്താക്കണമെന്നൊരാവശ്യം കൂടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടുണ്ട്. പർവേഷ് വർമ്മ പണം വോട്ടർമാർക്ക് നൽകുന്നുവെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്പരമുള്ള വലിയ ഏറ്റുമുട്ടലുകൾ ദില്ലി രാഷ്ട്രീയത്തിൽ തുടരുകയാണ്. ഏതായാലും 17-ാം തീയതിയാണ് ദില്ലിയിൽ പത്രിക നൽകാനുള്ള അവസാന തീയതി. ആം ആദ്മി പാർട്ടി മാത്രമാണ് മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും BJPക്കും ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ഇന്നലെ BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. 41 സ്ഥാനാർത്ഥികളെ കൂടിയാണ് BJPക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഈ ആഴ്ച തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സജീവ പ്രചരണം ആരംഭിക്കുകയാണ്. 13-ാം തീയതിയാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യ റാലി ദില്ലിയിൽ നടക്കാൻ പോകുന്നത്. ഈ ആഴ്ച തന്നെ അരവിന്ദ് കെജ്രിവാളുടെ റാലിയും ദില്ലിയിൽ നടക്കാൻ പോവുകയാണ്. അങ്ങനെ ദില്ലി ചൂടുപിടിക്കുകയാണ്. ദില്ലി ദംഗലാണ്. വലിയ പോരാട്ടത്തിലേക്ക് ദില്ലി നീങ്ങുകയാണ്.